ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാന്ന് അറിയില്ല. സർപ്രൈസ് ആയിട്ടാണ് എല്ലാവരും ഓരോരുത്തർക്ക് കൊണ്ടുപോകണത്. അജിയാണ് കൊണ്ടുപോകണത്. സോ നമുക്ക് നോക്കാം എന്ന് പറയും, പക്ഷെ അല്ല കേട്ടോ, സത്യമല്ല. ഞങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നീതു ChatGPT ഒക്കെ വെച്ചിട്ടാണ് വലിയ റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ഇത് നമ്മുടെ നീതു ആൻഡ് അശ്വൻ ചേട്ടൻ ആൻഡ് ഇത് റാം, പിന്നെ ഇതെന്റെ കെട്ടിയോൻ. ഓക്കെ, സോ ഞങ്ങൾ ഇറങ്ങുകയാണ്. സോ ഞങ്ങള് റാമിന്റെ പ്ലേസിലാണുള്ളത്. റാമിന്റെ പ്ലേസിൽ നിന്ന് നമ്മള് താഴത്തോട്ട് നമ്മളെ കാറിന്റെ അങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമ്മള് ലിഫ്റ്റിന്റെ അങ്ങോട്ട് പോവാണ്. സോ ഗൈസ്, നോക്ക്, ഫുൾ കളർഫുൾ ആണ്. പിങ്ക് 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 ആയിട്ട് സിറ്റി കാണാൻ തന്നെ നല്ല ക്ലൈമറ്റ് ആണ്. പക്ഷെ ഞങ്ങൾ മൂഞ്ചി വന്നൊരു ഡൗട്ട് ഉണ്ട്. ബിക്കോസ് കറങ്ങുന്ന സമയത്ത് ഇത്രയും ഇങ്ങനത്തെ ഒരു വെതർ നല്ലതല്ല. അവിടെ നിന്ന് കുറച്ച് നിങ്ങൾ രസിക്കൂ. സോ ഗൈസ്, ഭംഗിയില്ലേ? സോ ഞങ്ങൾ റെന്റിനൊരു വണ്ടി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടി ഇതാണ്. ഞങ്ങളപ്പോ ഓൾറെഡി ഞങ്ങളുടെ ലഗേജ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് എത്രയില്ല? സ്പീഡ് കാണാനില്ലല്ലോ എനിക്ക്. ഇവിടെ ഇല്ല, പക്ഷെ നമ്മൾ വേറെ വഴി ആയിരിക്കില്ല വരുന്നുണ്ടാവുക. പെട്ടടാ, എടുത്തു വണ്ടി അപ്പുറത്തുനിന്ന്. എടപ്പെടുക്കടാ, അപ്പൊ വണ്ടി ആയിരുന്നില്ലേ? നിന്റെ വീഡിയോ സ്കിൽസ് ഫുൾ കാണിക്കണം എന്ന്. എനിക്ക് കാണിക്കണല്ലോ. ഫോക്കസേ വന്നില്ലല്ലോ. ഓക്കെ, വൈപ്പർ പോകുന്ന കാരണം പിന്നെ നിങ്ങൾക്ക് കണ്ണായിൽ ഉമ്മ വെച്ചോണ്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ. ഇങ്ങനെ കുറച്ച് ബാക്കി വന്നാലും നിങ്ങൾക്ക് പ്രയാസമല്ലേ? നിങ്ങൾ ഡ്രൈവിംഗ് എക്സാമിന്റെ സമയത്ത് ഇതുപോലെയൊക്കെ എല്ലാ റൂട്ടിലും കൊണ്ടുപോവോ? ഇങ്ങനെ അങ്ങനെയല്ല, പ്രയോറിറ്റി അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എക്സാമിന് ഉണ്ടാവോ? വേണ്ട വേണ്ട വേണ്ട, അറിയണ്ട. മതി മതി, നിർത്തിക്കോ. പച്ച പോയി, പച്ച മൊത്തം വീഡിയോ അപ്പുറത്ത് വേണം. ഇതെടുക്കണം എന്തോന്നാണ്? എന്റെ വീഡിയോ മുഴുവൻ ഫ്ലോപ്പ് ആയി ഗൈസ്. ഓ, ഇവിടെ ലൈസൻസ് കിട്ടണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അറ്റ്ലീസ്റ്റ് ആ 45 മിനിറ്റ് നേരെ ഓടിക്കണല്ലോ. ടെസ്റ്റിന് 45 മിനിറ്റ് ഉണ്ട്. മിനിമം 45. അത് മേബി സോളി. ഓക്കെ, അവളെ തന്നെ കേട്ടോടാ. നീ ഫാഷൻ ഡിസൈനർ എങ്ങാണ്ടും ആയിരുന്നു അവള്. നിനക്ക് ഓർമ്മയുണ്ട് അത്? അവൻ കല്യാണം കഴിക്കുന്ന അവന് വേണ്ടിട്ട് ഓർമ്മയുണ്ട്. കണ്ടാ, അവൻ കണ്ട പ്രിയാക്കുണസ്വാമി കെട്ടിയിട്ട് കുട്ടിയായി. അങ്ങനെ ഒരാളില്ലല്ലോ, അത് എന്റെ ഇമാജിനറി അല്ല, ഫേക്ക് മര്യാദക്കായിരുന്നതാ ഇവിടെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഫോട്ടോ പിന്നെ എനിക്ക് അയച്ചു തന്നു. അത് കണ്ടത് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഇൻസ്റ്റയിൽ പെട്ടി കിടക്കുകൊണ്ട് എനിക്ക് മനസ്സിലായി. നീല കളർ കാണാമെന്ന് പോയാ മതി. മഴ നിന്നിരുന്നെങ്കിൽ ഞാൻ എടുത്തിരുന്നു. ചോദിച്ചില്ല. ഇതേ സാധനമാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയാലും എനിക്ക് വേണ്ടത്. അത് പറയോ? എന്തോന്ന് നിങ്ങൾ ഇങ്ങനെ മൂന്നെണ്ണം വായ തുറന്നോണ്ടാ ഫുൾ ടൈം. പക്ഷെ ക്യാമറ ഓൺ ആക്കിയ മൾട്ടി ടാസ്കർ ആണല്ലോ. കാർ ഓടിച്ചാൽ മതിയായിരുന്നു.
എന്റെ ടോപ്പ് കന്നഡ വയ്ക്കോ? ഏതാ? എന്റെ മറ്റേ സ്പോട്ടിഫൈയില് ആണോ? ഞാനത് യൂസ് ചെയ്യാത്ത എന്തെങ്കിലും എന്നാ ഞാൻ എടുക്കണോ? വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ ഇറങ്ങുമ്പോ. ഇത് ഏതാണ്ട് ഫുൾ ബ്ലാക്ക് ഫോറസ്റ്റ് പോലെ തന്നെയുണ്ട്. നേരെ നോക്കാണ് ഞാൻ കൊറേ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. ഞാന് 4 സെക്കൻഡ് മതി ഇവിടെ. ഇല്ലെങ്കിൽ നമുക്ക് എന്റെ മറ്റേ പ്രീമിയർ ഉണ്ട്, പെട്ടെന്ന് എടുത്തിട്ട് കട്ട് ചെയ്യുന്നു. അയ്യോ കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ കട്ട് ചെയ്തോളാം. ഞാൻ ഇപ്പൊ സോ ഞങ്ങള് ചെക്കിലെത്തിയിട്ടുണ്ട്. ചെക്കിൽ നിന്ന് ഞങ്ങള് കാണാൻ പോവാണ്. അപ്പോ കാണാൻ പോണ പ്ലേസ് അവിടെ ചെന്നിട്ട് പറയാം. ഇപ്പോ ഞങ്ങൾ ആദ്യം വാഷ്റൂം പോണം എന്ന് പറഞ്ഞിട്ടാണ്. ബിക്കോസ് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഒരു മൂടി ആയിട്ടുള്ള ഒരു രീതിയിലാണുള്ളത്, മഴയൊക്കെ പെയ്തിട്ട്. അപ്പോ നോക്കാം, കുറച്ചുകൂടെ ഒരു സീനറി വേ കിട്ടുമെന്ന് വിചാരിച്ചു. അറ്റ്ലീസ്റ്റ് മഴ ഇല്ലായിരുന്നെങ്കിൽ കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുമായിരുന്നു. അതൊന്നും അങ്ങനെ സഭ പോകും. ഞാൻ പറഞ്ഞില്ലേ എന്റെ വിഷുക്കൊന്ന വിഷുക്കണി അല്ല വിഷുക്കൊന്ന. അപ്പൊ ഇത് ഇവിടെ കണ്ട് കേട്ടോ. എന്താ കുടിയനായ അജി, അടുത്ത കുടിയനായ അശ്വിൻ ചേട്ടൻ. ഞങ്ങളുടെ പിടിച്ചോടുക്കാം. ഫുഡ് കണ്ടത് റാമിന് ബോധമില്ല. സോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇവിടെയൊക്കെ നമുക്ക് നല്ല ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. നമ്മളുടെ നാട്ടിലത്തെ ഭാഗ്യവത്തോട് നമ്മുടെ ഒരു ഡൽഹി മാർക്കറ്റ് അങ്ങനത്തെ ബാംഗ്ലൂർ മാർക്കറ്റ് അങ്ങനത്തെ പോലെ തോന്നുന്നില്ലേ? കൊള്ളാം. ജാക്കറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇതും ഫുൾ ഒരു മാർക്കറ്റ് ഏരിയ ആണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ആണ്. Hi, cute puppies.
അതല്ലെങ്കിൽ അത് എന്നെ ഒരു 2 മിനിറ്റ് കിട്ടിയപ്പോ വീഡിയോ എടുപ്പിച്ചതാ. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൂരും. എന്നെ കൊണ്ട് ചെയ്യാനേ പറ്റണില്ല. 2 സെക്കൻഡിൽ 1 മിനിറ്റോളം മിനിമം. പക്ഷെ അത് കഴിഞ്ഞ് നല്ലായിരുന്നു. ഹോട്ടൽ പ്രാഹ ഹോട്ടൽ പ്രാഹ നമ്മൾ ഇവിടെയാണ്. ഇവിടെയാണ് നമുക്ക് മാപ്പിനകത്ത് ഇത്രേ ഉള്ളൂ. പക്ഷെ ഈ ദൂരം എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ ഉണ്ട്. ഇവിടുത്തെ വീടുകൾക്ക് തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. മൊത്തത്തിൽ ജർമ്മനിയുടെ ഒരു ഇതല്ല, മുകളിലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ബേസിക്കലി കുറെ ട്രക്ക് ചെയ്ത് പോണ്ട ഒരു ഏരിയ ആണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്, പക്ഷെ ഇവരുടെ കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു രസമൊക്കെ ഉണ്ട്. നല്ലൊരു വെതറും ആയതുകൊണ്ട് നടക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ പോണ സ്ഥലത്തിന്റെ അവിടേക്ക് കുറേ വഴികളുണ്ട്. പല വഴിയിൽ കൂടെ പോയാൽ പല വ്യൂ ആയിട്ടാണ് ഉള്ളത്. ഞങ്ങൾ പോകുന്നത് വേറൊരു സ്ഥലത്തോട്ടാണ്. ഞങ്ങൾ വണ്ടി താഴെയാണ് പാർക്ക് ചെയ്തത്. കാരണം കണ്ട് പോവാന്ന് വിചാരിച്ചിട്ട്. മറ്റേത് ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റേ വ്യൂ ഒന്നും കിട്ടില്ല. സ്പ്രിങ് ആയതുകൊണ്ട് എല്ലാ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായി തുടങ്ങുന്ന സമയമാണ്. കുറച്ചും കൂടെ വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ നന്നായി വന്നിരുന്നു. ഇതിപ്പോ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോ ഞാൻ കുറച്ചുപേരും നടന്നെത്തി. മൊത്തത്തിൽ 4 കിലോമീറ്റർ നടക്കാനുണ്ട്. പക്ഷേ എത്ര കിലോമീറ്റർ ആയിന്ന് എനിക്ക് അറിയില്ല, മാപ്പ് നോക്കണം. എന്നാലും എല്ലാവരും അത്യാവശ്യം നല്ല എനർജിയിൽ നടക്കുന്നുണ്ട്. വെതർ നല്ലതാണ്, നല്ല ഒരു തണുപ്പൊക്കെ ആയിട്ട് ആണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇതും യൂസ് ചെയ്യാതിരിക്കാം, മേ ബി. ഞങ്ങൾക്ക് വണ്ടി മുകളിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഞങ്ങൾ നടന്നു പോവാന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്നും പാർക്ക് ചെയ്യാതെ ഫുൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, അത്ര നല്ല തണുപ്പാണുള്ളത്. ഗൈസ്, നീ ഇതിന്റെ കിളി പോയി. കഞ്ചാവ് അടിച്ചിട്ടില്ല. അയ്യോ, നടന്ന് ക്ഷീണിച്ചു. പതിവില്ലാതെ നടന്നിട്ട്. പക്ഷെ നീ ഇത് യൂഷ്വലി നടക്കാറാണ് പതിവ് വർക്കിങ്ങിന് പോണ സമയത്ത്. അതുകൊണ്ട് ഇതൊന്നും ഒരു
അല്ല ഇതൊക്കെ ജിജിപി മാറ്റർ സിമ്പിൾ ആയിട്ടാണ് നടക്കുന്നത്. ജർമ്മനിയിൽ പൊറോട്ട വരണമെങ്കിൽ യൂറോഫൈൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൂറോഫൈനിന്റെ ആഡ് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിഷമായിരുന്നു നീതുണ്ടായിരുന്നത്. യൂറോഫൈന്റെ ലോഗോ തരണം ഇതിന്റെ ഉള്ളിലേക്ക്. ഞാൻ ഇതിന്റെ കൂടെ ഒരു സൈഡിലൊരു ഇമേജ് അറ്റാച്ച് ചെയ്യാം. എല്ലാവരും ഇന്ത്യൻ സ്റ്റോറിൽ പോകുമ്പോ എന്താ ബൈ ഓൺലി യൂറോഫൈൻ പ്രോഡക്ട്സ്. ഓക്കെ, നീതുന്റെ ഇമെയിൽ ഐഡി കോൺടാക്ട് ആയിട്ട് ഞാൻ കൊടുക്കാം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. അതെ, എന്നെ കോണ്ടാക്ട് ചെയ്യരുത്. ഇതിന്റെ കൂടെ ഞാൻ നീതുന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വെക്കാം. ഇവിടുത്തെ ബസ് കാണാൻ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണുള്ളത് ജർമ്മനിനെ നോക്കുമ്പോ. കോടമഞ്ഞ്. ഓ, ഞാൻ എന്ത് പറഞ്ഞോടെ എഡിറ്റ് ചെയ്ത് കേട്ടു. ആരാണ് പോയിട്ട് അവിടെ എത്തുമ്പോ എടുത്താൽ മതി, കുറച്ചും കൂടെ അങ്ങോട്ട് എത്തുമ്പോ. നല്ല പച്ചപ്പാണ്. അതായത് മരത്തില് ഇലകളില്ലെങ്കിലും കാണുമ്പോ നമുക്ക് ആ ഒരു പച്ചപ്പിന്റെ ഫീല് കിട്ടുന്നുണ്ട്. ഞങ്ങളപ്പോ ഇതൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോവാണ്. കൊറേ പേര് നടക്കാനുണ്ട്. നടന്ന് ഇവിടെ കൂടെ ഈ വഴി വേണം കേറാനായിട്ട്. ഇത് ഫുൾ കയറി അങ്ങെത്തണം. ഒത്തിരി ദൂരമുണ്ട്. ദൂരെ നോക്കി കാണാം ആൾക്കാരൊക്കെ നടന്നു പോകുന്നത്. നേരിട്ട് കാണുന്നതിന്റെ ആ ഒരു വ്യൂ ഫോട്ടോയിലും വീഡിയോയിലും അധികം കാണാൻ പറ്റുന്നില്ല. ശരിക്കും എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യണം. സോ ഞങ്ങൾ ഒരു 1 ലെവൽ കയറി. പക്ഷെ ഒത്തിരി ഉണ്ട് ഗൈസ് കയറാനായിട്ട്. നമ്മൾക്ക് വേഗം ക്ഷീണിക്കുന്നില്ല. പക്ഷെ കുറച്ച് മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മള് നനയണ ഒരു ഫീൽ ഉണ്ട്. നോക്കട്ടെ. പാട്ടൊക്കെ നന്നായിട്ട് ചെയ്യൂലേ? ഓക്കെ, ഇവനെ തന്നെ മതി. കോയമ്പത്തൂർ സർക്കിളിൽ 100 കിലോമീറ്റർ സർക്കിളിൽ നിന്ന് അപ്പുറത്തില്ല. ഗിംബൽ എടുക്കാത്തത് നഷ്ടമായി ചേട്ടാ. ഗൈസ്, ഫോട്ടോ ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കെങ്ങനെ അറിയാ? നടനെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, അത്ര അല്ല, വേറെ കുട്ടി എടുത്തു നമ്മള്. Das ist was Eigenes. നല്ലൊരു ഇതുണ്ടല്ലോ ബിൽഡിംഗ്.
ഗൈസ് ശബരിമലയുടെ 18ാം പടി പോലെ കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, അങ്ങ് എത്തുന്നില്ല ഗൈസ്. ഇട്ടുമായിരിക്കും. എന്താ ഭംഗി കാണാനായിട്ട്. Oh my god. അതിൽ നിന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല. ഞാനത് എന്നാലും ഒരു நல்ல கப்பல் தெரிகிறது எனக்கு சந்தோஷமா இருக்கு, நல்லா இருக்கு. இதுக்கு அவனோட இத்தனைக்கு பிடிக்காமா